ഇത് നമ്മൾ പൊരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും CF ടച്ച് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കയ്യിലൊരു ബോട്ടിൻ്റെ ഒരു സൗണ്ട് സ്പീക്കർ നമുക്ക് പുളി മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്ന് റിക്കവർ ചെയ്തെടുക്കുകയാണ്. അത് കംപ്ലൈൻ്റ് ഒക്കെ സോൾവ് ചെയ്ത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഓൺ ബട്ടൺ നോക്കി, പക്ഷേ പവറൊന്നും എടുക്കുന്നില്ല. പവർ എടുക്കാത്തതുകൊണ്ട് നമുക്കിത് അയച്ച് നോക്കണം എങ്ങനെയായാലും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു 4 സ്ക്രൂ വരുന്നുണ്ട്, അതൊന്ന് നമുക്ക് അയച്ചെടുക്കാം. അയച്ചെടുത്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബാറ്ററി, 2 സ്പീക്കറും കാണുന്നുണ്ട്, പിന്നെ ഒരു ബോർഡും ഉണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റും നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിലേക്ക് പവർ വരാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കാം എന്ന് കരുതാം. അങ്ങനെ നമ്മൾ ഒരു ബാറ്ററി, പഴയൊരു ബാറ്ററി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ഇത് ഷോൾഡർ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിത് വർക്ക് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ അതിലേക്ക് ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പവർ ബട്ടൺ നെക്കി പിടിച്ചപ്പോൾ തന്നെ സംഗതി ഓണായിട്ടുണ്ട്. അപ്പോൾ പവറും ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ബ്ലൂടൂത്തൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു സോങ് ഇട്ടിട്ട് എത്രമാത്രം സൗണ്ട് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ബാസ് ഉണ്ട്, നല്ല സൗണ്ടും ഉണ്ട്. നമുക്കൊരു കാണാം, സ്പീക്കറൊക്കെ നിന്ന് കുലുങ്ങുന്ന കാണാം. അപ്പം ബോട്ടിൻ്റെ ആണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, സംഗതി സ്പീക്കറും കാര്യങ്ങളും ബോർഡൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പം നമുക്ക് അതിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇനി നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ ഇനി ചാർജിങ് മാത്രമേ ഉള്ളൂ. ചാർജ് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൂടി ചെക്ക് ചെയ്താൽ ഇതിൻ്റെ സംഗതി ഫുൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ ചാർജിങ് ചെയ്യാൻ പോവാണ്. അപ്പം ചാർജിങ് പോർട്ടിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണ്. അപ്പം ചാർജൊന്നും കയറുന്നത് നമുക്ക് കാണുന്നില്ല. ഓക്കെ, ചാർജ് കയറുകയാണെങ്കിൽ അതിൻ്റെ ഒരു അടുത്തായിട്ട് റെഡ് കളറ് സിഗ്നൽ നമുക്ക് തരും. പക്ഷേ അതൊന്നും ഇതിൽ സിഗ്നലൊന്നും നമുക്ക് ഇപ്പം തന്നെ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, നമുക്ക് എന്താണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ചാർജിങ് പോർട്ടിൽ എന്തോ ഒന്ന് പൊട്ടിപ്പോയ മാതിരിക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു ചാർജിങ് ചെയ്യുന്ന പോർട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒത്തൊരു ചാർജിങ് കണക്ടർ നമ്മളെടുത്ത് അതിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ബോർഡിൽ നിന്ന് പഴയത് റിമൂവ് ചെയ്തിട്ടുണ്ട് ചാർജിങ് പോർട്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ ഷോൾഡറിങ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ആക്കിയിട്ട് അതിൻ്റെ മേലെ ആക്കി കൊടുത്താൽ ആ ചാർജ് ചെയ്യുന്ന പോർട്ട് പറഞ്ഞു പോരും. ഓക്കെ, ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ അടുത്തുള്ള പുതിയ ചാർജിങ് ചെയ്യുന്ന പോർട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ റിസ്ക് എടുത്ത് തന്നെ നമ്മൾ ചാർജിങ് കണക്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് സിഗ്നലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, റെഡ് കളറ് അവിടെ ബ്ലിങ്ങിങ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ചാർജിങ് പോർട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ഷൻ ചെയ്തിട്ട് എത്ര ലെവൽ വരെ ചാർജ് കയറുന്നുണ്ട് മാത്രം നോക്കിയിട്ട് മാത്രമേ നമുക്കിത് വീണ്ടും ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതുകൂടി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ സ്പീക്കർ റെഡി.
ഓക്കെ, ഇനി നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഫോണിൽ എത്ര ചാർജ് ഉണ്ട് അതുകൂടി നോക്കിയിട്ട് നമുക്ക് ചാർജിങ് പോർട്ടിൽ ചാർജിങ്ങിന് ഇടാം. ഇത് നമുക്ക് കാണിച്ചു തരണമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ശതമാനം എന്ന് വെച്ചാൽ 60% കാട്ടുന്നത് കേട്ടോ. ഓക്കെ, 60% ചാർജ് ഉണ്ട് എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ 60% ഇനി എത്ര ആവുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് സമയം നമുക്കിതൊന്ന് ചാർജിങ്ങിൽ ഇടണം. അത് കഴിഞ്ഞ് നമ്മളെ സ്പീക്കർ നേരെ ക്ലോസ് ചെയ്ത് അടച്ചു വെച്ച് അതിൻ്റെ പരിപാടി കഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചാർജിങ്ങൊക്കെ ഇട്ട് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും ഇനി എത്ര ശതമാനമായി എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിതിലേക്ക് ചാർജിങ് ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിതിലേക്ക് ചാർജിങ് കയറുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. അതുകൂടി മാത്രമുള്ളൂ നമുക്ക് ചെക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അതിലേക്ക് 80% ചാർജിങ് കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളുടെ അപ്പോൾ ചാർജിങ് പോർട്ടും ശരിയായിട്ടുണ്ട്, നമുക്ക് ചാർജിങ് കയറുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്ററി തന്നെ, ഇപ്പോൾ നമ്മൾ വെച്ച ബാറ്ററി തന്നെ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. റബ്ബർ ബുഷ് അതിൽ അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പശ ഇട്ടുകൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നമുക്ക് എന്തോ ഒന്നെ പറയാനുള്ളൂ, പവർ ഉണ്ടാവും.